സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് സിനിമാ മേഖല. കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി മോഹൻലാൽ പ്രതികരിച്ചു. ആന്റി പൈറസി സെൽ രൂപവൽക്കരിക്കുമെന്ന പ്രഖ്യാപനം ശ്രദ്ധേയമാണെന്ന് പൃഥ്വിരാജും അറിയിച്ചു. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് കാലങ്ങളായുള്ള ആവശ്യമായിരുന്നുവെന്ന് നിർമ്മാതാവ് ആന്റോ ജോസഫും പ്രതികരിച്ചു. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ സിനിമാ മേഖലയിലെ പ്രമുഖർ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചത്. പുതിയ ബഡ്ജറ്റിൽ സിനിമാ മേഖലയെ കൈപിടിച്ചുയർത്താൻ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ മോഹൻലാൽ പ്രതികരിച്ചു. പദ്ധതികൾ സിനിമാ മേഖലയ്ക്ക് പുത്തനുണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. സിനിമയെ ഒരു വ്യവസായമായി പരിഗണിക്കാനുള്ള നടപടികളെടുക്കുമെന്ന പ്രഖ്യാപനം ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്ന് മോഹൻലാൽ സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചു. മലയാള സിനിമയുടെ സ്രഷ്ടാവെന്ന് തന്നെ വിളിക്കാവുന്ന JC ഡാനിയലിന്റെ പേരിൽ കൊച്ചിയിൽ ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്നും സിനിമയെ വ്യവസായമാക്കുമെന്നുമുള്ള സർക്കാരിന്റെ വാക്ക് സെല്ലുലോയിഡിനെ തൊട്ടുനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സന്തോഷവും അഭിമാനവും ആത്മവിശ്വാസവും നൽകുന്നുവെന്നായിരുന്നു നടൻ പൃഥ്വിരാജിന്റെ പ്രതികരണം. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി പറഞ്ഞ ടൊവിനോ തോമസ്, സിനിമാ പ്രവർത്തകർ വളരെ നാളായി ഉന്നയിച്ചിരുന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ചത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന അനേകായിരം പേർക്കുള്ള അംഗീകാരമായി കാണുന്നുവെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നത് സിനിമാ പ്രവർത്തകർ ഉയർത്തുന്ന ആവശ്യമായിരുന്നുവെന്നും പക്ഷേ ആരും ഇതുവരെ അത് ചെവിക്കൊണ്ടിരുന്നില്ലെന്നുമാണ് നിർമ്മാതാവ് ആന്റോ ജോസഫിന്റെ പ്രതികരണം. വ്യവസായ പദവി കിട്ടുന്നതോടെ സിനിമയുടെ സമസ്ത മേഖലകളിലും വളർച്ചയ്ക്കുള്ള കളമൊരുങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചതും കൊച്ചിയിൽ ഫിലിം സിറ്റി സ്ഥാപിക്കുന്നതും ആന്റി പൈറസി സെല്ലുമടക്കം നിരവധി പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.